പ്രതിഭ, ഈ കുഴൽപ്പണ കേസ് ഇപ്പൊ EDയുടെ അന്വേഷണം കേട്ടിട്ട് ഒരു വിചിത്രമായ രീതിയിലാണ് നമുക്കത് തോന്നുന്നത്. ആ കുഴൽപ്പണം അതിന്റെ ഉറവിടം എവിടെയെന്ന് ED അന്വേഷിക്കുന്നില്ല. കിട്ടിയ ശേഷം, അതായത് പോലീസ് കേസെടുത്ത ശേഷമുള്ള ബാക്കി കാര്യങ്ങളെ ED അന്വേഷിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ഒരു ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. എന്ത് തോന്നുന്നു പ്രതിഭനെ? അല്ല, ഇന്നത്തെ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തേക്കണത് അങ്ങനെ തന്നെയാണ്. അതായത് ED ഈ കുഴൽപ്പണ കേസ് അന്വേഷണം അവരുടെ അന്വേഷണം പരിപൂർണമായി എന്ന് കോടതി അറിയിച്ചു. 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, സാധാരണഗതിയിലൊരു ക്രൈം ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉറവിടമാണ് ആദ്യം അന്വേഷിക്കുക. ആരൊക്കെ ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്നാണ് ഇതിൻ്റെ ആരംഭം, എങ്ങനെയായിരുന്നു, എന്താണ് അതിൻ്റെ മോട്ടിവേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ പരിധിയിൽ വരാറുള്ളത്. ഇപ്പോൾ കൊടകര കുഴൽപ്പണ ഇടപാടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ EDയുടെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന കാര്യം, ഈ കർണാടകയിൽ നിന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടിയിട്ട്, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അനധികൃതമായ അല്ല, ഈ 3.5 കോടിയല്ല, കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്നതിൽ നിന്നും 3.5 കോടി രൂപ പിടിച്ചു. അപ്പം 5 കോടി പിടിച്ചു. അതാണ് അനധികൃതമായിട്ട് മാറ്റിയ ആ പണമാണ് കാറിൽ വെച്ച് കവർ ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ആ പണം പിടിച്ചു. 3.5 കോടി. അപ്പോൾ അതിലുപരിയായിട്ട് തുക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 3.5 കോടിക്കാണ് അന്വേഷണം നടന്നേക്കുന്നത്. ആ കേസിനെ ആസ്പദമാക്കിയിട്ടാണ്, ആ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് കേസ് നടന്നേക്കുന്നത്. അപ്പോഴും ഈ കാറിൽ വെച്ച് 3.5 കോടി കടത്തി എന്നുള്ളത് ആ കള്ളപ്പണ ഇടപാട്, അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് ED പറയുന്നത്. പക്ഷേ ഈ പണം എവിടെ നിന്ന് വന്നു, ആർക്ക് വേണ്ടി വന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇത്തരത്തിലൊരു അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ക്രൈം എവിടെ നടന്നു, എങ്ങനെ നടന്നു, എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണല്ലോ സാധാരണഗതിയിൽ അന്വേഷിക്കപ്പെടുക. ഇപ്പോൾ കാറിൽ വെച്ചൊരു 3.5 കോടി രൂപ ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ കടത്താൻ വേണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതങ്ങനെ ആരൊക്കെ വണ്ടി തടഞ്ഞു നിർത്തി, ആരൊക്കെ കവർന്നെടുത്തു എന്നുള്ളതിന് ആ ഒരു രീതിയിൽ ഡ്രൈവർ കൊടുത്ത ഒരു പരാതിയെ തുടർന്നുള്ളതാണ് അന്വേഷണം പോയിരിക്കുന്നത്. പിന്നീട് അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷമാണ് അവർ കൊടുത്ത പോലീസിൻ്റെ FIRന് ശേഷമാണ് അതിനെ തുടർന്നാണ് ED അന്വേഷിക്കാൻ വരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണ് വന്നിരിക്കുന്നത്, കർണാടകത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പിണറായി വിജയൻ യാതൊരു തരത്തിലും ദാക്ഷിണ്യ കാര്യത്തിൽ കാണിക്കില്ലല്ലോ. സാധാരണഗതിയിൽ കാണിക്കാതെ അതെ, BJPയെ ഏതെങ്കിലും വിധത്തിൽ തളയ്ക്കാൻ കിട്ടുന്ന ഒരു അവസരവും പിണറായി വിജയനെ പോലെ തികഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും അത് ഉപേക്ഷിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കള്ളപ്പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ ഉറവിടം തേടാതെ ഒരു അന്വേഷണം പോകുമ്പോൾ തീർത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മൗനം? അല്ല, ഇതിനകത്ത് എൻ്റെ ഒരു സംശയം, EDയെ പോലൊരു അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് ഉറവിടം അന്വേഷിക്കുന്നില്ല? അപ്പോൾ അത് BJPക്കാർ ഉൾപ്പെട്ടതുകൊണ്ടാണ് ED അത് അന്വേഷിക്കാത്തത്? അല്ല, BJPക്കാർ ഉൾപ്പെട്ട കേസാണെന്ന് തന്നെ നമ്മൾ അങ്ങനെ വേണമെങ്കിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അങ്ങനെ വിചാരിക്കും. BJPയുടെ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൃത്യമായ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള പോലീസ് എത്ര വട്ടം കേസ് അന്വേഷിച്ചു? കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ED വാങ്ങിക്കഴിഞ്ഞു. ഈ ക്രൈംബ്രാഞ്ചും വിജിലൻസും കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പൊക്കെ ഏത് തരത്തിലാണ് പോണത്? അല്ല, അവരുടെ അന്വേഷണം അവർക്ക് ആദ്യത്തെ ഘട്ടം അവരാണ് അന്വേഷിച്ചത്, പിന്നീടാണ് EDയെ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഉറവിടമൊക്കെ നോക്കാതെ അവർ ചെയ്യില്ല. അപ്പൊ ക്രൈംബ്രാഞ്ച് അത് അന്വേഷിച്ച് കൊടുത്തിട്ടുണ്ട്. ഉറവിടം അല്ല, ഏത് കേസും ഭംഗിയായി തെളിയിക്കാൻ മിടുക്കന്മാരായിട്ടുള്ള പ്രാപ്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ എതിർകക്ഷികളായിട്ട്, അതായത് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന BJP ആണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഇത്ര കാര്യക്ഷമമായിട്ട് ഈ കേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നേ? ED ഉറവിടം അന്വേഷിക്കാത്തത് രാഷ്ട്രീയം തന്നെയാണ്, BJPക്കാർ ഉൾപ്പെട്ടതാണ്. കാര്യം ഈ പറയുന്ന തിരൂർ സതീഷിനെ നമ്മുടെ സാറ് ഒരു അഭിമുഖത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞാനും സാറിൻ്റെ കൂടെ ആ അഭിമുഖം ഞാൻ കൂടെ പോയായിരുന്നു. സാറ് എടുക്കുമ്പോൾ ഞാനിത് കണ്ടത്, ഈ തിരൂർ സതീഷ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ ഞെട്ടലുണ്ടായി സാർ, ഞാൻ നോട്ടുകെട്ടുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്.
അതെ, അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന ഒരു വെളിപ്പെടുത്തല്, അന്ന് അദ്ദേഹം നമ്മുടെ ഓഫീസ് സെക്രട്ടറിയാണ്. അപ്പോൾ ഈ താഴെ നിന്ന് മുകളിൽ നിലയിലാണത്, താഴെ നിന്ന് ചാക്ക് കെട്ടുകളിൽ കുട്ടിച്ചാക്കുകളിലാക്കിയാണ് പണം കൊണ്ടുവന്നത് എന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. കാരണം മറ്റൊരു ദൃക്സാക്ഷി അതിൽ പറയുന്നില്ല. മനസ്സിലായോ? അത് ഈ സമയത്തിനിടയിൽ തന്നെ അദ്ദേഹം BJP ആയിട്ട് അസ്വാരസ്യം ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അതെ, അതിലേക്ക് ശോഭാ സുരേന്ദ്രനെയൊക്കെ വലിച്ചഴയ്ക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ യാതൊരു കാര്യത്തിലും പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ സുരേന്ദ്രനെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി കൊണ്ടുവരിക, ഈ കുഴൽപ്പണ ഇടപാടിൽ സുരേന്ദ്രന് പങ്കുണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരണത്തിൻ്റെ പുറകിൽ ചുക്കാൻ പിടിച്ചത് ശോഭാ സുരേന്ദ്രനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപക്ഷെ ആളുകളുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ആൾ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കൂടി പേര് അതിലേക്ക് വലിച്ചഴിച്ചത് എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത്. അത് ഒരു ആരോപണം വെറുതെ ഉന്നയിച്ചാൽ പോരല്ലോ. ഇപ്പോൾ ഞാൻ അയ്യപ്പദാസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൗരസ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണ്. തീർച്ചയായിട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി ഇത്ര കോടിയുടെ അഴിമതി നടത്തി, പ്രധാനമന്ത്രി ഇത്ര കോടിയുടെ അഴിമതി നടത്തിയെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇത് ഉന്നയിക്കാനുള്ള അടിസ്ഥാനപരമായി എന്ത് വിവരത്തിൻ്റെ ബലം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്? അത് നമ്മൾ തെളിയിക്കേണ്ട ബാധ്യത നമുക്കാണ്. ഈ കാര്യത്തിൽ അങ്ങനെ ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ കുഴൽപ്പണ ഇടപാട് നടന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ED അന്വേഷിക്കുമ്പോഴും ഇങ്ങനെ ഒരു പണം വന്നിട്ടുണ്ടോ, എവിടെ നിന്ന് വന്നോ എന്നുള്ളത് ബ്ലാങ്കാണ്. അങ്ങനെ ഒരു അന്വേഷണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അന്വേഷണമാണ്, അതും കേന്ദ്രത്തിലൊരു ഏജൻസിയാണ്. ഉറവിടമില്ലാതെ എന്ത് അന്വേഷണം, എന്ത് കുറ്റപത്രം? ഇത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ പറയട്ടെ, കരിവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് വന്നു. ഇവിടെ എന്തെല്ലാം പ്രകടനങ്ങളായിരുന്നു നടത്തി. സുരേഷ് ഗോപിയൊക്കെ ജനത്തിനെ കയ്യിലെടുക്കാനായിട്ട് എന്തെല്ലാം പ്രകടനം നടത്തി. അതിപ്പോൾ എവിടെ വരെയായി? അല്ല, അതിൽ വേറൊരു വസ്തുതയുണ്ട്. ഈ കരുവന്നൂർ ബാങ്കിൽ നടന്ന സംഭവം, അതായത് അവിടെ പണം നഷ്ടപ്പെട്ട സാധാരണക്കാരനാണ് അവിടെ. അത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അല്ല, EDയുടെ അന്വേഷണത്തെക്കുറിച്ചല്ല പറയണത്. അവിടെ ഇത്തരം പണം നഷ്ടപ്പെട്ടത് അന്നാന്ന് ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പ്രത്യേക ശതമാനം തുക തങ്ങളുടെ പെമ്മക്കളുടെ കല്യാണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വീട് പണിയുന്നതിന് വേണ്ടിയോ മാതാപിതാക്കളുടെ പിൽക്കാലത്തുള്ള ചികിത്സയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം വയസ്സാകുമ്പോഴുള്ള ചികിത്സയ്ക്ക് വേണ്ടിയോ ചെറിയ ചെറിയ തുകകളാണ് പലരും അവിടെ ഇട്ടിരുന്നത്. അതുപോലെ പലരും ജോലി എന്നൊക്കെ വന്നപ്പോൾ കിട്ടിയ പണം എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഈ CPM എന്നൊരു പ്രസ്ഥാനം അവിടെ പ്രതിക്കൂട്ടിലാവുന്നത് അത് ഭരിക്കുന്നത് എപ്പോഴും അവർ തന്നെയാണ്. മനസ്സിലായി? അത് നമ്മുടെ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ബോർഡ് മെമ്പേഴ്സ് ആയിരുന്നു. അതെ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ EDയുടെ അന്വേഷണം എത്ര കണ്ട് മുന്നേറി എന്നുള്ളതിൽ ഒരു സാധാരണക്കാരൻ അവിടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്ക് ഏതാണ്ട് തകർച്ചയുടെ പക്കി തന്നെയാണ് ഇപ്പോഴും. ഇപ്പോഴും അവിടെ പണം കിട്ടിയിട്ടില്ല. 3-4 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. നമ്മൾ അവിടെ പരമ്പരയായിട്ട് പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. നമ്മൾ തന്നെയല്ല, കേരളത്തിൽ ഒട്ടുമിക്ക മാധ്യമങ്ങളും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ED വന്നു, ED അത് കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ ED അതിനെക്കുറിച്ച് അന്വേഷണമായിട്ട് പിന്നീട് മുന്നോട്ട് പോയില്ല എന്നുള്ള വസ്തുത നമ്മൾ പറയുമ്പോൾ പോലും അവിടെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഈ പണം നഷ്ടപ്പെട്ട ആളുകളെയാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയ പക്ഷാപാതിത്വമൊന്നുമില്ല. നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ വളരെ ഭീതിതമായിട്ടുള്ളൊരവസ്ഥയാണ്. അതിപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഈ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അവരതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കും. ഇവിടെയും നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും ഈ നമ്മുടെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ തിരൂർ സതീഷ് അന്ന് സംസാരിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേര് അറിഞ്ഞോ അറിയാതോ ഇതിലേക്ക് വരികയുണ്ടായിരുന്നു. ഇപ്പോൾ BJP ഒരു സന്നിഗ്ധ അവസ്ഥയിലാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചതിൽ തന്നെ BJP ഇപ്പോൾ ഒരു ചെറിയൊരു സന്നിഗ്ധ അവസ്ഥയിൽ നിൽക്കുവാണ്. കാര്യം സുരേന്ദ്രൻ പക്ഷത്തിന് സീറ്റ് 2 ജില്ലകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സുരേന്ദ്രൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്നെ സ്വയം ഒഴിയാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. വി മുരളീധരന്റെ ശക്തി ക്ഷയിക്കുന്നതിന് തുല്യമാണ് സുരേന്ദ്രന്റെ ശക്തി ക്ഷയിക്കുന്നത്. അപ്പൊ ഇതിൽ അറിഞ്ഞോ അറിയാതെയോ സുരേന്ദ്രന് പങ്കുണ്ട്. ഈ കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന് പങ്കുണ്ടെന്നുള്ള കാര്യം ഈ തിരൂർ സതീഷ് തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഇരിക്കവേ തന്നെ മുകളിൽ കഴിഞ്ഞ 2 ദിവസമായി ചില ഗൂഢാലോചനകൾ പോലെ
BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു എന്ന് സാറിന് നൽകിയ അഭിമുഖത്തിൽ തിരൂർ സതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ BJP-യുടെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടുത്തെ പല നേതാക്കൾക്കും ഫണ്ട് വരുന്നു എന്ന് നാം കേട്ടറിഞ്ഞെങ്കിൽ അത് നമ്മൾ കാണുക കൂടി ചെയ്തു കൊടകരയിലൂടെ. അതാണ് സത്യം. അല്ല, അതിൽ വേറൊരു ഫണ്ട് അതിഭീകരമായി വരുന്നുണ്ട്. വേറൊരു വ്യത്യാസം ഒന്നുകൂടി പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ ഈ ഈർക്കിൽ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടികൾക്ക് പോലും കാശ് വരുന്നുണ്ട്. വളരെ വലിയ വലിയ തുകകളാണ് കിട്ടണത്. അപ്പോൾ ഈ കൃത്യമായി നമ്മൾ ഈ പ്രകടന പത്രികയിൽ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ അക്കൗണ്ടബിലിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ എമൗണ്ട് മാത്രം, ആ ഒരു തുക മാത്രം മുടക്കി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് കിടക്കുന്ന ഏത് പാർട്ടിയുള്ളത്? ഒരിക്കലും നടക്കില്ല അങ്ങനെ. അപ്പോൾ ഈ പണം അത്രയും കള്ളപ്പണമാണ്, യാതൊരു തർക്കമില്ല. ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയുമ്പോൾ അത് കോടതി ലക്ഷ്യം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെളിയിക്കട്ടെ എന്ന് പറഞ്ഞത് നമ്മളെ കേൾക്കുന്ന പൊതുജനത്തിന് എല്ലാവർക്കും അറിയാം. ഈ തെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും കേരളത്തിലെ വലിപ്പച്ചെറുപ്പം അല്ലെങ്കിൽ ഭാരതത്തിലെ വലിപ്പച്ചെറുപ്പമില്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വലിയ തോതിൽ ഈ ഇതുപോലെ കള്ളപ്പണം അവരുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം കള്ളപ്പണ ഇടപാടുകളുടെ കൂടുതൽ വശങ്ങൾ പുറത്തു വരാതിരിക്കുന്നത്. കാരണം ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയ്യപ്പനറിയാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ പുറത്തു വിടുകയാണെങ്കിൽ അയ്യപ്പൻ ചെയ്ത കാര്യങ്ങൾ എനിക്കും അറിയാം എന്നൊരു ധാരണയിലാണ് ഇവിടെ കാര്യങ്ങൾ പോണത്. അതിപ്പോൾ ഏത് അന്വേഷണ ഏജൻസി വന്നാലും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയാണ് ഇതെന്നൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് 37 പ്രാവശ്യമാണ് മാറ്റിവെക്കപ്പെട്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി CPM, അതായത് BJP ആയിട്ട് യാതൊരു തരത്തിലും ആശയപരമായി ബന്ധമില്ലാത്തൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്നിട്ട് പോലും 37 പ്രാവശ്യം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ മറ്റ് ക്ലർക്കിൽ സൈഡിൽ, അതായത് അതിൻ്റെ ഒഫീഷ്യലൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 50-ലധികം പ്രാവശ്യം ഈ കേസ് നീക്കി വെക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൂചന. അതായത് നന്ദകുമാർ സാർ വരെ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ 50 പ്രാവശ്യത്തിലധികം സുപ്രീം കോടതി പോലുള്ള ഒരു പരമാധികാര കോടതിയിൽ ഈ വിഷയം മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇത്തരം ചെറിയ ചെറിയ കേസുകളിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യത വളരെ. അല്ല, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കേൾക്കണം, അന്വേഷണ പരിധിയിൽ വന്നേക്കണം 3.5 കോടിയുടെ കാര്യമാണ്. ഇപ്പൊ ലാവ്ലിൻ കേസിലൊക്കെ പറയുന്ന കോടിയുടെ കണക്ക് നോക്കുമ്പോൾ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മാസപ്പടി വിവാദത്തിൽ പറഞ്ഞു കേൾക്കണ സീരിയസ് ഫ്രോഡല്ല. അപ്പോൾ അത്രയും വലിയ എമൗണ്ടുകളിൽ പോലും ഇത്തരം ഒരു അനാസ്ഥ അല്ലെന്നുണ്ടെങ്കിലും മാറ്റിവെക്കലുകൾ നടക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസിലും മറ്റെന്തൊക്കെയോ നമുക്കറിയാത്ത അല്ലെങ്കിൽ പൊതുജനത്തിന് അറിയാത്ത 2025 ഇലക്ഷൻ വരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കുറെ നാളത്തേക്ക് വിവാദം കത്തിപ്പടരും. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അല്ല, കോടതിയിൽ 1 മാസത്തിനകം കൊടുക്കുന്ന വിശദമായിട്ട് കുറ്റപത്രം കൊടുക്കണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ആ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നതിലൂടെ കൂടുതൽ വിശദവിവരങ്ങൾ ഇതിൽ വരുമോ, ചോദിക്കും. അല്ലെങ്കിൽ ഇത്രത്തോളം നാളെ അന്വേഷിച്ചിട്ട് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തിയേക്കണം എന്നുള്ളത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഏതായാലും BJP രാഷ്ട്രീയം, കേരളത്തിലെ BJP രാഷ്ട്രീയത്തിൽ അതിന്റെ തലപ്പത്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവ് ആയിട്ടുള്ളവർ തന്നെ ഉണ്ട്. അല്ല, BJP സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ട് അത് വലിയ ക്ഷീണം ചെയ്യുന്നുള്ളതിന് തടസ്സമൊന്നുമില്ല. തന്നെയല്ല, ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആര് വരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വടംവലികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് ആദ്യം പറഞ്ഞതാണ് മെയിൻ പോയിന്റ്. ആരാണ് തലപ്പത്തേക്ക് വരുന്ന ചർച്ചകൾ നടക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിൽ ആരെങ്കിലും ഭാഗവാക്കാണെങ്കിൽ ഈ ഒരു അലിഗേഷൻ അവരെ ബാധിക്കും. പിന്നെ തീർച്ചയായിട്ടും. മാത്രമല്ല, ഇപ്പോൾ 2026 3-4 ആളുകളെങ്കിലും, അതായത് നിയമസഭാ സാമാജികർ BJPയുടെ നിയമസഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കൃത്യമായൊരു അജണ്ടയോടുകൂടിയാണ് വളരെ വ്യക്തമായ പ്ലാൻ അജണ്ടയോടുകൂടിയാണ് 6 ഏക്കർ കേരളത്തിലേക്ക് അയച്ചേക്കണം എന്നുള്ളതൊരു 6 ഏക്കർ അയച്ചിരിക്കുന്നതും അതും പിന്നെ രണ്ടാമത് പാർട്ടി വ്യക്തമായ ചില അവർക്ക് ഇന്നലെ തന്നെ അവരുടെ പ്രസിഡന്റുമാർ വന്നിരിക്കുന്നതൊക്കെ വളരെ ഒത്തിരി നല്ല ആൾക്കാരുണ്ട് അവരുടെ പ്രസിഡന്റ്. BJPക്ക് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായ നല്ല പിന്തുണയുണ്ട്. അതെ, അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJPയിലൊക്കെ നടക്കണം, ഏത് നടക്കണ്ട എന്നുള്ള ഒരു പരിധി വരെ തീരുമാനം എടുക്കണം. RSSന്റെ പല ആളുകളും. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ എടുക്കുന്നില്ല. പക്ഷെ എന്തായാലും ഈ 2026 നിയമസഭാ
നിയമസഭയിൽ BJPയുടെ പ്രതിനിധികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി BJP മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പുറത്തു വരണ ഇത്തരം കാര്യങ്ങൾ BJP എന്തായാലും സാരമായി തന്നെ ബാധിക്കും. അത് എതിർ രാഷ്ട്രീയ ചേരിയുള്ള ആളുകൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന യാതൊരു തർക്കമില്ല. എന്തായാലും ഈ കേസിൽ ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിയുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള എന്ത് നിരീക്ഷണം ഉണ്ടാവും, നിരീക്ഷണത്തെ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം.